വോട്ടർ പട്ടിക ക്രമക്കേടിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ആഴ്ച ഒന്ന് പിന്നിട്ടിരിക്കുകയാണ്. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തെ വിശേഷിപ്പിക്കാൻ. രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ മൂക്കിൽ കയറ്റുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. എന്നിട്ട് ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും എവിടെ നിർത്തിയോ അവിടെ തന്നെ നിൽക്കുകയാണ് കമ്മീഷൻ. ഇനിയും കാത്തു നിൽക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ നടപടികൾ ആരംഭിക്കുകയാണ് ഇന്ത്യ മുന്നണി. വാർത്താ സമ്മേളനം നടത്തി പിരിഞ്ഞുപോയതല്ലാതെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു മറുപടി പോലും പറയാൻ ഈ കമ്മീഷനെ കൊണ്ട് സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന് അനുകൂലമായി തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടപടികൾ സ്വീകരിക്കുമ്പോൾ പുറത്താക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ മഹാസഖ്യം. ഓഗസ്റ്റ് 7-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ബംഗളൂരു സെൻട്രൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ നടന്ന 1,29,000 വോട്ടുകളുടെ തിരിമറിയെക്കുറിച്ച് വിശദമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആരോപണമുന്നയിച്ച് 10 ദിവസത്തിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം എന്ന നാടകം നടത്തിയത്. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾക്കെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒട്ടാകെ പ്രക്ഷോഭം ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനവും സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 7-ന് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക തിരിമറിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ഇവയൊക്കെയാണ്. മഹാദേവപുര മണ്ഡലത്തിൽ ഇരട്ട വോട്ട് 11,965, വ്യാജമേൽ വിലാസം 40,009, ഒരു വിലാസത്തിൽ അനേകം വോട്ടുകൾ 10,452, പുതിയ വോട്ടുകൾ ചേർക്കുന്നതിൽ ഫോം 6 ദുരുപയോഗം ചെയ്തത് 33,692, അതായത് 80-90 വയസ്സായ കന്നി വോട്ടർമാർ, ഫോട്ടോ ഇല്ലാത്തതും തെളിയാത്തതും 4,132, ആകെ 1,29,000 വ്യാജ വോട്ടുകൾ. ഇങ്ങനെ പോകുന്നു ആരോപണങ്ങളുടെ വ്യക്തമായ കൃത്യമായ കണക്കുകൾ. 7 അടി പൊക്കത്തിലുള്ള പ്രിന്റ് ചെയ്ത വോട്ടർ പട്ടിക 6 മാസം പരിശോധിച്ച് പ്രതിപക്ഷ നേതാവ് ചുമതലപ്പെടുത്തിയ സംഘം കണ്ടുപിടിച്ച വിഷയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൊളിച്ചില്ലാതാക്കിയത്. പിന്നാലെ ഡിജിറ്റൽ വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടു എങ്കിലും നൽകാൻ കമ്മീഷൻ തയ്യാറായില്ല. ബീഹാറിലും വമ്പൻ അട്ടിമറിയാണ് എന്ന് ആരോപണം ഇപ്പോഴും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 65 ലക്ഷം പേരെ ഒഴിവാക്കി. അതിൽ 22 ലക്ഷം മരിച്ചുപോയവരും 35 ലക്ഷം നാട്ടിലില്ലാത്തവരുമാണെന്ന് കമ്മീഷൻ പറയുന്നു. എന്നാൽ ഈ 65 ലക്ഷം എന്ന ഒരു കൊട്ടക്കണക്ക് പറയുന്നതല്ലാതെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ ഒരുക്കമല്ല. അത് വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ വാദം. ശരി, എന്നാൽ മരിച്ചുപോയ 22 ലക്ഷം പേരുകൾ പുറത്തുവിടുന്നത് ആരുടെ സ്വകാര്യതയാണ് ബാധിക്കുക എന്നാണ് ഇന്ത്യ സഖ്യം തിരിച്ചു ചോദിക്കുന്നത്. ഇതിനൊന്നും മറുപടി പറയാതെ കമ്മീഷൻ ഒളിച്ചുകളി തുടരുമ്പോഴാണ് ഇംപീച്ച്മെന്റ് എന്ന വജ്രായുധം പ്രയോഗിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും തീരുമാനിച്ചുറപ്പിക്കുന്നത്.